ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് എക്സ്ചേഞ്ച് റേറ്റിനെ പറ്റിയിട്ടാണ്. നമ്മളൊരു കറൻസി എന്തെങ്കിലും അത് ഒരു റേറ്റ് മറ്റുള്ള, അതായത് കറൻസി, അതായത് നമ്മൾ ഹോം കറൻസി നമ്മുടെ ഇന്ത്യയല്ല, നമ്മളിപ്പോൾ ഹോം കറൻസി ഇന്ത്യയിൽ നിന്ന് ഫോറിൻ കറൻസി ആയിട്ട് എക്സ്ചേഞ്ച് ചെയ്യുക, മാറ്റുന്നതിനെ പറയുന്നതാണ് എന്തെന്ന് പറഞ്ഞാൽ എക്സ്ചേഞ്ച് റേറ്റ് എന്ന് പറയാം. ഒന്നുകൂടി എളുപ്പമായിട്ട് പറയുകയാണെങ്കിൽ നമ്മളുടെ ഇന്ത്യൻ ഒരു $US നമ്മുടെ എന്താ പറയുക ഇന്ത്യൻ റുപ്പി കൺവേർട്ട് ചെയ്യുക, 70 രൂപയാണ് കൺവേർട്ട് ചെയ്യുമ്പോൾ അല്ലേ. അപ്പോൾ അതിനെ പറയണതാണ് എക്സ്ചേഞ്ച് റേറ്റ് എന്ന് പറയുന്നത്. അതായത് ദ പ്രൈസ് ഓഫ് വൺ കൺട്രി ടേംസ് ടു അതർ, ഒരു ഹോം കൺട്രിയത്തെ റേറ്റ് അല്ലെങ്കിൽ അതിൻ്റെ പ്രൈസ് മറ്റ് സ്ഥലത്തെ കറൻസി ആയിട്ട് മാറ്റം വരുത്തുന്നതിന് പറയുന്നതാണ് എക്സ്ചേഞ്ച് റേറ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ ടി വിയിലൊക്കെ കാണാം എക്സ്ചേഞ്ച് റേറ്റുകൾ അല്ലേ, ഡെയിലി കാണാം ഇന്നത്തെ $US വില എത്രയാണെന്ന്, അല്ലെങ്കിൽ കുവൈറ്റ് ദിനാറിൻ്റെ വില എത്രയാണെന്ന്, അങ്ങനെയൊക്കെ നമ്മൾ കണ്ടിട്ടില്ലേ. അപ്പോൾ അതൊക്കെ എക്കണോമിക്സിൻ്റെ ചേഞ്ച് ആണ്, ഡെയിലി അതിൽ കാണാം. അപ്പോൾ ഇങ്ങനെ ഈ റേഞ്ചിനുണ്ടാവുന്ന ചേഞ്ചസിനെ പറയണതാണ് എന്തെന്നാണ് എക്സ്ചേഞ്ച് റേറ്റ് എന്ന് പറയുന്നത്. ഇനി എക്സ്ചേഞ്ച് റേറ്റ് 2 റെജീംസ് ഉണ്ട്. ഒന്നെന്നാണ് ഫിക്സ്ഡ് എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റം, ഫ്ലെക്സിബിൾ ഓർ ഫ്ലോട്ടിംഗ് എക്സ്ചേഞ്ച് റേറ്റ് എന്ന് പറഞ്ഞത്. ഇനി ഇവർ തമ്മിലുള്ള വ്യത്യാസം, ഫിക്സഡ് എക്സ്ചേഞ്ച് റേറ്റ് ആണെങ്കിൽ ഇവിടെ എന്താണെന്ന് വെച്ചാൽ കംപ്ലീറ്റ് ഗവൺമെൻറ്റിന് ഇൻ്റർവെൻഷൻ ആയിരിക്കും ഫോറിൻ എക്സ്ചേഞ്ച് മാർക്കറ്റ്. ഇവിടെ ഫുള്ളും ഗവൺമെൻറ്റിന് ഇടപെടൽ, ഇൻ്റർവെൻഷൻ എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ് ഇടപെടലായിരിക്കും ഇതിലുള്ളത് ഫിക്സഡ് എക്സ്ചേഞ്ച് റേറ്റിൽ. ഇനി അത് നമ്മൾ ഫ്ലോട്ടിംഗ് എക്സ്ചേഞ്ച് റേറ്റിൽ പോവുകയാണെങ്കിൽ മാർക്കറ്റിൻ്റെ ആയിരിക്കും ഇവിടെ ഡിറ്റർമിൻ ചെയ്യണം, മാർക്കറ്റ് വാല്യൂവിനെ ആയിരിക്കും ഇവിടെ ഡിറ്റർമിൻ ചെയ്യുന്നുണ്ടാവും എക്സ്ചേഞ്ച് റേറ്റ് എന്ന് പറഞ്ഞത്. ഇവിടെ പറഞ്ഞു ഡിറ്റർമിൻ ചെയ്യുന്നത് ഫിക്സഡിൽ നമ്മൾ പറഞ്ഞു ഗവൺമെൻറ് അല്ലെങ്കിൽ സെൻട്രൽ ബാങ്ക് ഒക്കെ ആയിരിക്കും ഇവിടെ എന്താ പറയുക എക്സ്ചേഞ്ച് റേറ്റ് ഡിറ്റർമിൻ ചെയ്യുന്നുണ്ടാവുക. മറ്റേപ്പോൾ നമ്മൾ മാർക്കറ്റ് ആയതുകൊണ്ട് അതിൻ്റെ ഡിമാൻഡും അതുപോലെ സപ്ലൈ ആയിരിക്കും ഇതിൽ ഡിറ്റർമിൻ ഫോഴ്സ് ചെയ്യുന്നുണ്ടാവുക. ഇക്വിലിബ്രിയം ബാലൻസ് ഫ്ലക്ച്വേഷൻ, ദ ഗവൺമെൻറ് മെയിൻറ്റെയിൻസ് ഇക്വിലിബ്രിയം ബാലൻസ്. ഇവിടെ ഇക്വിലിബ്രിയം ബാലൻസ് കാര്യങ്ങളൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നത് ആരായിരിക്കും? ഗവൺമെൻറ് ആയിരിക്കും ഇവിടെ ഇതുള്ളത്. ഇപ്പോൾ ഒരു ചെറിയ ഫ്ലക്ച്വേഷൻസ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ലിക്വിഡ് ലെവലിൽ എത്തുമ്പോഴേക്കും നമ്മുടെ ഗവൺമെൻറ് അതെന്താണ് ബാലൻസ് ചെയ്തിട്ട് പോകും. നേരെ മറിച്ച് ഇവിടെ അങ്ങനത്തെ ഒരു ഇടപെടലോ കാര്യങ്ങളോ ഒന്നുമില്ല. അവരുടെ ഫ്ലക്ച്വേഷൻസ് ഡിമാൻഡും സപ്ലൈക്ക് പോകുന്ന അനുസരിച്ചിട്ട് ആവണമല്ലോ അവരുടെ എക്സ്ചേഞ്ചസോ, അതുകൊണ്ട് ഗവൺമെൻറ് ആ കാര്യത്തിലൊന്നും ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യൊന്നുമില്ല. പിന്നെ എക്സ്ചേഞ്ച് റേറ്റ് എന്ന് പറഞ്ഞത് എന്താണ്? സ്റ്റേബിൾ ആയിരിക്കും. അതായത് ഫിക്സഡ് എക്സ്ചേഞ്ച് റേറ്റ് എന്ന് പറഞ്ഞത് എന്താ പറയുക സ്റ്റേബിൾ ആയിരിക്കും. മറ്റേത് എന്ന് പറഞ്ഞാൽ ഫ്ലോട്ടിംഗ് എക്സ്ചേഞ്ച് എന്ന് പറഞ്ഞാൽ ഫ്ലക്ച്വേഷൻസ് വരും. അത് ഡേ ടു ഡേയോ അല്ലെങ്കിൽ മിനിറ്റിന് വെച്ചിട്ടൊക്കെ എന്താണ് എക്സ്ചേഞ്ച് റേറ്റിൽ ഫ്ലക്ച്വേഷൻസ് വരും. അതാണ് ഫ്ലോട്ടിംഗ് എക്സ്ചേഞ്ച്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഡിഫറൻസ് എന്നാണ്. നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യുന്നത് ആൾട്ടർനേറ്റീവ് എക്സ്ചേഞ്ച് റേറ്റ് റെജിംസ്, അതായത് എക്സ്ചേഞ്ച് റേറ്റ് റെജിമെൻസിൻ്റെ പ്രാക്ടീസസ് അല്ലെങ്കിൽ ഇൻ്റർമീഡിയറ്റ്സിനെ പറ്റിയിട്ടാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യണത്. ഫസ്റ്റ് വൺ ആണ് മാനേജ്ഡ് ഫ്ലോട്ടിംഗ് എക്സ്ചേഞ്ച് റേറ്റ് എന്നാണ്. ഈ മാനേജ്ഡ് ഫ്ലോട്ടിംഗ് എക്സ്ചേഞ്ച് റേറ്റ് എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പഠിച്ച എക്സ്ട്രീംസ്, അതിൻ്റെ എക്സ്ട്രീം എത്തുമ്പോൾ, അതായത് ഒന്ന് ഫിക്സഡും ഫ്ലോട്ടിങ്ങും അത് തമ്മിലുള്ള അതിൻ്റെ ഇടയിലുള്ളതിനെ പറയുന്നതാണ് മാനേജ് ഫ്ലോട്ടിംഗ് എക്സ്ചേഞ്ച് റേറ്റ്. അതായത് ലൈറ്റ്സ് ബിറ്റ്വീൻ ഇത് എവിടെ ലൈറ്റ്സ് ബിറ്റ്വീൻ ചെയ്യുന്നത്? ഒന്നിൽ നമ്മുടെ ഫിക്സഡിലും അതേപോലെ ഫ്ലോട്ടിംഗ് എക്സ്ചേഞ്ച് റേറ്റിൻ്റെ എക്സ്ട്രീമിലാവുമ്പോഴാണ് ഈ മാനേജ് ഫ്ലോട്ടിംഗ് റേറ്റ് എത്തുന്നത്. ഈ സിസ്റ്റത്തിൽ എക്സ്ചേഞ്ച് റേറ്റ് എന്ന് പറഞ്ഞത് എന്താ പറയുക ഫ്രീലി മൂവ് ചെയ്ത് ഡിറ്റർമിൻ ഫോഴ്സ് ഓഫ് മാർക്കറ്റ്. അതായത് ഇപ്പോൾ അണ്ടർ ഫ്ലക്ച്വേഷൻസ്, അതായത് ഡിമാൻഡിൻ്റെയും സപ്ലൈ അനുസരിച്ചിട്ടായിരിക്കും അവരുടെ മൂവ്മെൻറ്റ് കാര്യങ്ങളും. ബട്ട് ചില സിറ്റുവേഷനിൽ ഭയങ്കര വലിയ ഫ്ലക്ച്വേഷൻസ് വരികയാണ്, ഡേ ടു ഡേ അങ്ങോട്ട് ഫ്ലക്ച്വേഷൻസ് കാര്യങ്ങൾ വരികയാണെങ്കിൽ, മാറ്റങ്ങൾ കാര്യങ്ങളൊക്കെ വരികയാണെങ്കിൽ അവിടുത്തെ കൺട്രിയിലത്തെ സെൻട്രൽ ബാങ്ക്സ് ഇതിൽ ഇടപെട്ടിട്ട് ആ എക്സ്ചേഞ്ച് റേറ്റ് സ്റ്റേബിൾ ആക്കും. അതാണ് മാനേജ്ഡ് ഫ്ലോട്ടിംഗ് എക്സ്ചേഞ്ച് റേറ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ആണ് അഡ്ജസ്റ്റബിൾ പെഗ് സിസ്റ്റം. അതായത് ഈ സിസ്റ്റത്തിലെ എക്സ്ചേഞ്ച് റേറ്റ് എന്ന് പറഞ്ഞാൽ പെക്ഡ് എന്ന് പറഞ്ഞത് ഫിക്സ് ചെയ്യാം, അല്ലെങ്കിൽ ഫിക്സഡ് ഫോർ എ പീരീഡ് ഓഫ് ടൈം. ഒരു പെക്ഡ് എന്ന് പറഞ്ഞാൽ ഒന്ന് ഫിക്സ് ചെയ്യുക, ആ പീരീഡിലേക്ക് നമ്മുടെ എക്സ്ചേഞ്ച് റേറ്റ് നമ്മുടെ പൈസ ഒന്ന് ഫിക്സ് ചെയ്യാം.
ആ സമയത്ത് ചിലപ്പോൾ ഡെഫിസിറ്റ്സ് ഉണ്ടാവാം, സർപ്ലസ് ഉണ്ടാവാം BOPയിൽ. അതായത് ഇപ്പോൾ ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് എന്താണ്, ഇമ്പോർട്ട് എക്സ്പോർട്ടിൻ്റെ അക്കൗണ്ടിനെ വരണം, അതിനെ പറയണതല്ലേ എന്താണ് BOP എന്ന് പറഞ്ഞാൽ ബാലൻസ് ഓഫ് പേയ്മെൻറ്റ്, അറിയാലോ. അതെന്ന് പറഞ്ഞത് റേറ്റ് എപ്പോഴും അതിൻ്റെ റേറ്റ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഡീവാല്യൂം ചെയ്യാം അല്ലെങ്കിൽ റീവാല്യൂഡ് ചെയ്യാം. അങ്ങനെ റീവാല്യൂഡും ഇവാല്യൂഡ് ചെയ്യുന്ന സമയത്ത് കൺട്രി മെയിൻറ്റെയിൻ ഒരു ഫിക്സഡ് റേറ്റ് അണ്ടിൽ എക്സിക്യൂട്ടഡ്. ഇതിൽ BOP കറൻസി ഒന്നെങ്കിൽ ക്യാൻ ബി റിപ്പേർഡ് അറ്റ് ലോവർ ആൻഡ് ഹയർ എക്സ്ചേഞ്ച് റേറ്റ്. അതായത് ഈ സമയത്ത് ഇങ്ങനെ ഫ്ലക്ച്വേഷൻ സർപ്ലസും ഡെഫിസിറ്റും അങ്ങനെയൊക്കെ വരുന്ന സമയത്ത്, അതല്ലെങ്കിൽ എന്താ പറയുക, അവരുടെ ഡീവാല്യൂഡ് അല്ലെങ്കിൽ റീവാല്യൂ ചെയ്യുന്ന സമയത്ത് ഇവരെന്ത് ചെയ്യാന്ന് വെച്ചാൽ അഡ്ജസ്റ്റിംഗ് ദി കറൻസി അറ്റ് ലോവർ റേറ്റ് ഈസ് കോൾഡ് ഡീവാല്യൂവേഷൻ. നമ്മുടെ ഒന്നെങ്കിൽ ഡീവാല്യൂവേഷൻ ചെയ്യും, അതായത് നമ്മുടെ കറൻസിയിൽ അഡ്ജസ്റ്റ് ചെയ്തിട്ട് ലോ റേറ്റ് ആയിട്ട് കൊടുക്കുക. അതുമല്ലെങ്കിൽ കറൻസീനെ അഡ്ജസ്റ്റ് ചെയ്ത ഹൈ റേറ്റ്, അതായത് റീവാലുവേഷൻ ചെയ്തിട്ട്. ഇങ്ങനെ രണ്ട് രീതിയിലും എന്താ പറയുക, അഡ്ജസ്റ്റബിൾ ഇത് രണ്ട് രീതിയിലും ഫിക്സ് ചെയ്തിട്ട് അവിടുത്തെ എക്സ്ചേഞ്ച് റേറ്റ് എന്താ ചെയ്യുക, ഒന്ന് ബാലൻസ് സ്റ്റേബിൾ ആക്കിയിട്ട് കൊണ്ടുപോവാണ് ചെയ്യുന്നത്. മനസ്സിലായ? അതായത് ഒരു ഫിക്സഡ് ഓഫ് പീരീഡിന് വേണ്ടിയിട്ട് ആണ്, പീരീഡിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ BOP എക്സ്ചേഞ്ച് റേറ്റ് എന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ എന്താ പറയുക റീവാല്യൂഡ് അല്ലെങ്കിൽ ഡീവാല്യൂഡ് ആവും, സർപ്ലസ് അല്ലെങ്കിൽ ഡെഫിസിറ്റിൻ്റെ ടൈമിൽ. ആ സമയത്ത് എന്താ ചെയ്യാന്ന് വെച്ചാൽ BOP എന്താ ചെയ്യുന്നത്, ദ കറൻസി ക്യാൻ ബി റീപെയ്ഡ് അറ്റ് ലോവർ അല്ല ഹയർ എക്സ്ചേഞ്ച് വാല്യൂ. അതായത് അഡ്ജസ്റ്റിംഗ് കറൻസി അറ്റ് ലോവർ റേറ്റ് ഡീവാല്യൂഷൻ അല്ലെങ്കിൽ റീവാലുവേഷൻ ചെയ്യും, ഹയർ പ്രൈസിന് കൊടുക്കും. ആ സമയത്ത് എന്താ ഉണ്ടാവുന്നത്, ഫ്ലെക്സ് മെയിൻറ്റെയിൻ എലോങ് വിത്ത് എക്സ്ചേഞ്ച് റേറ്റ്. അപ്പോൾ ഇതുകൊണ്ട് എന്തുണ്ടാവുക, എക്സ്ചേഞ്ച് റേറ്റ് സ്റ്റേബിളായിട്ട് പോകും. ക്രൗളിംഗ് പെഗ് സിസ്റ്റം എന്ന് പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ എക്സ്ചേഞ്ച് റേറ്റ് ഒന്നുകിൽ സ്റ്റേബിൾ അല്ലെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടുത്തെ ഡിമാൻഡോ സപ്ലൈയോ അതിനെ അഡ്ജസ്റ്റ് ചെയ്യും. അതായത് ഇപ്പോൾ നമ്മൾ ക്രൗളിംഗ് പെഗ് സിസ്റ്റം, പെഗ് എന്ന് പറയുന്നത് ഫിക്സ് ആക്കി വെക്കുക, ആ ഇതിനെ ഫിക്സ് ആക്കുക. ദ സിസ്റ്റം റിക്വയർ ഇതിൻ്റെ ഡീവാല്യൂങ് കറൻസി അറ്റ് ദ ടൈം ഓഫ് ക്രൈസിസ്. ചില സമയത്ത് എന്താ ചെയ്യുക, ഡീവാല്യൂ ചെയ്യും. എന്താ, നമ്മൾ കറൻസി റേറ്റ് ലോ ചെയ്യും ഓൺ ദ ടൈം ഓഫ് ക്രൈസിസ്. അങ്ങനെ ക്രൈസിസിൻ്റെ ടൈമിൽ നമ്മുടെ കറൻസി എന്ന് പറഞ്ഞാൽ ഡീവാല്യൂ ചെയ്യും. അപ്പോൾ കൺട്രി ചിലപ്പോൾ അത് വരാണ്ടിരിക്കാൻ കൺട്രി എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ എപ്പോഴും എക്സ്ചേഞ്ച് റേറ്റ് എന്താ പറയുക റെഗുലർ ചെക്ക് ചെയ്യും. ആൻഡ് സെൻട്രൽ ഗവൺമെൻറ് എന്താ ചെയ്യുക, എന്തെങ്കിലും ഡീവിയേഷൻസോ അങ്ങനെ ചെറിയ സ്മോൾ ഡീവിയേഷൻ കാണുമ്പോൾ സെൻട്രൽ ഗവൺമെൻറ് അത് ഏറ്റെടുത്ത് അത് സ്റ്റേബിളാക്കിയിട്ട് അത് വയ്ക്കും. എപ്പോൾ ഇത് റിക്വയർ ആണെങ്കിൽ, ഇത് വേണമെങ്കിൽ അവരത് ചെയ്യും. അതാണ് ക്രൗളിംഗ് പെഗ് സിസ്റ്റം എന്ന് പറയുന്നത്. ഇനി ജോയിൻറ്റ് ഫ്ലോട്ട് സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ ഈ ജോയിൻ്റായിട്ട് അതായത് എല്ലാ കാര്യങ്ങളും അഡ്ജസ്റ്റബിളും എല്ലാ കാര്യം കൂടി കമ്പൈൻ ചെയ്തിട്ട് അത് എന്താ പറയുക ഒരേപോലെ കൊണ്ടുപോകാം, അതായത് ഫിക്സ് ചെയ്ത് പോകാം. അണ്ടർ ദ സിസ്റ്റം ജോയിൻറ്റ് ഫ്ലോട്ട് അല്ലെങ്കിൽ ഗ്രൂപ്പ് ഓഫ് കൺട്രീസ് have adjustable peg system between these their own currencies, but they have joint float against other currencies. എല്ലാ സിസ്റ്റംസും, അതായത് ഇതിൽ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഒരുമിച്ച് കാര്യങ്ങൾ കൊണ്ടുപോവുകയാണെങ്കിൽ എന്താ പറയുക, ഒരേ സെയിം ഫിക്സായിട്ട് നമുക്ക് ഒരു പീരീഡിൽ ഫിക്സായിട്ട് തന്നെ നമുക്ക് കാര്യങ്ങൾ വയ്ക്കാം. അതായത് സ്റ്റേബിളാക്കിയിട്ട് അല്ലെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്തിട്ട് കാര്യങ്ങൾ മുന്നോട്ട് പോകുക. അതാണ് ജോയിൻറ്റ് ഫ്ലൂട്ട് സിസ്റ്റത്തെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ജോയിൻറ്റ് ഫ്ലോട്ട് സിസ്റ്റം എന്ന് പറഞ്ഞാൽ പല കൺട്രീസിലും സെയിം ഇപ്പോൾ പല കൺട്രീസിലും സെയിം എക്സ്ചേഞ്ച് റേറ്റ് ആയിരിക്കും. ആ ഗ്രൂപ്പ് അവർ എന്താ പറയുക അവരവരുടെ ഗ്രൂപ്പിലത്തെ കാര്യങ്ങൾ അവർ അഡ്ജസ്റ്റ് ചെയ്യും. ആ സമയത്ത് അവരുടെ കറൻസി അവരവരുടെ കമ്പനിയിലത്തെ കറൻസി എന്താണ് അവർ ഡിറ്റർമൈൻ വാല്യൂ ചെയ്യും, അതുപോലെ അത് അഡ്ജസ്റ്റ് ചെയ്യും. അപ്പോൾ ഈ അഡ്ജസ്റ്റ്മെൻറ്റ് കാര്യങ്ങൾ എല്ലാം ജോയിൻ്റ് ആയിട്ട് കാര്യങ്ങൾ ഇപ്പോൾ വേണമെങ്കിൽ അതിൽ നമ്മുടെ അഡ്ജസ്റ്റബിൾ പെഗ് സിസ്റ്റം അതൊക്കെ കൂടി കമ്പൈൻ ചെയ്യും. ഇതിനൊക്കെ പറയുന്നതാണ് ജോയിൻറ്റ് ഫ്ലോട്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ 4 ഓൾട്ടർനേറ്റ് എക്സ്ചേഞ്ച് റേറ്റ് എന്ന് പറയുന്നത്. ഇനി എക്സ്ചേഞ്ച് റേറ്റ് പോളിസി ഓഫ് ഇന്ത്യസ് എന്തൊക്കെയാണ് എക്സ്ചേഞ്ച് റേറ്റ് ഓഫ് പോളിസി? നമ്മളിപ്പോൾ ഒരു കറൻസി മറ്റൊരു കൺട്രിയിലേക്ക് എക്സ്ചേഞ്ച് ചെയ്യുമ്പോഴാണല്ലോ എക്സ്ചേഞ്ച് റേറ്റ് പോളിസീസ് കേട്ടോ. അതിന് ഇന്ത്യ എന്തൊക്കെ ചെയ്തു, ഇപ്പോൾ ഓരോരോ മാറ്റങ്ങൾ ഓരോ കൊല്ലം വരുമ്പോൾ ഓരോരോ മാറ്റങ്ങളും അതുപോലെ ഗവൺമെൻറ് എടുത്ത പോളിസീസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. പാർ വാല്യൂ ബ്രിട്ടൻ വുഡ് സിസ്റ്റം അതാണ് ഫസ്റ്റ്.
അതായത് ആഫ്റ്റർ ഇൻഡിപെൻഡൻസിന് ശേഷം അത് കമ്മിങ് ടു ഫോഴ്സ് എന്ന് പറഞ്ഞാൽ 1947 to 1971 ആണ്. 1947 എന്ന് പറഞ്ഞത് എന്തായിരിക്കും? ഇൻഡിപെൻഡൻസിന് ശേഷമായിരിക്കും. ആഫ്റ്റർ ഇൻഡിപെൻഡൻസ് ഇന്ത്യ ഫോളോഡ് ദ പവർ വാല്യൂ സിസ്റ്റം. ഇൻഡിപെൻഡൻസിന് ശേഷം തന്നെയാണ് എന്തെന്ന് പറഞ്ഞത് പവർ വാല്യൂ സിസ്റ്റം അഡോപ്റ്റ് ചെയ്തത്. ദ എക്സ്റ്റേണൽ പവർ വാല്യൂ ഫിക്സഡ് വിത്ത് ഗോൾഡ് ആൻഡ് UK പൗണ്ട് സ്റ്റേർലിംഗ്. പവർ വാല്യൂ എന്ന് പറയുമ്പോൾ നമ്മൾ ഇൻഡിപെൻഡൻസ് കഴിഞ്ഞിട്ടാണെന്ന് പറഞ്ഞു. എന്നിട്ട് ഇവരെന്താ ചെയ്തതെന്ന് വെച്ചാൽ under regime the rupee external per value fixed with gold and നമ്മുടെ വാല്യൂ റുപ്പി എന്താ ചെയ്തേക്കണം അവർ പവർ വാല്യൂ ആയിട്ട് ഗോൾഡും അതേപോലെ UK പൗണ്ടും ആയിട്ടാണ് അതൊരു ഫിക്സ് ചെയ്തത്. ഇനി അത് കഴിഞ്ഞിട്ടൊരു സിസ്റ്റം ഫോളോ 90 റുപ്പി വാസ് റീവാല്യൂഡ് ബൈ 36%. അതായത് ഒരു 1966 ആയപ്പോൾ അവരുടെ റുപ്പി ഡീവാല്യൂ ചെയ്തു, കുറഞ്ഞു, ഒരു 36% ഒക്കെ ആയിട്ട് കുറയാണ് ചെയ്തത്. പെഗ്ഡ് റെജീം എന്ന് പറഞ്ഞത് ക്രൈസിസ് വന്ന സമയത്ത്, അതായത് പെഗ്ഡ് എന്ന് പറഞ്ഞാൽ ഫിക്സ് ചെയ്യാം. 1971-1990 ഇന്ത്യ പെഗ്ഡ് ഇൻ കറൻസി ടു US dollar ആൻഡ് pound for 4 years 1971-70. Following the value pound collapsed and India witnessed the misalignment of rupee. അതായത് എന്താ ഉണ്ടാവുക ഈ സമയത്ത് 1991 to 1975 ആ സമയത്തായപ്പോൾ എന്താ ഉണ്ടായേ, വാല്യൂ ഇന്ത്യയുടെ വളരെയധികം കുറയും കാര്യങ്ങളൊക്കെ ചെയ്തു. ആ സമയത്ത് ഇത് ഓവർകം ചെയ്യാൻ, ഡിവാല്യൂ ചെയ്യാൻ, പൈസ കൂട്ടാൻ അഡ്ജസ്റ്റ് ചെയ്ത് ആ ടൈമിൽ കുറയുന്ന സമയത്ത് ഇന്ത്യ പെഗ് ചെയ്തു, ഫിക്സ് ചെയ്തു. ഡ്യൂറിങ് ദ പീരീഡ് എക്സ്ചേഞ്ച് വാസ് ഒഫീഷ്യലി ഡിറ്റർമൈൻ. RBI 1999 ആ സമയത്ത് ഒരു നോമിനൽ ബാൻഡ് ഓഫ് +-5% ഓഫ് വെയ്റ്റഡ് ആവറേജ് ഓഫ് ബാസ്ക്കറ്റ് ഓഫ് കറൻസി ഓഫ് ഇന്ത്യ മേജർ ട്രേഡിംഗ് പാർട്ട്നേഴ്സായി. ഇതൊക്കെ നിങ്ങൾ വായിക്കുക, ഓർമ്മയിൽ നിൽക്കും. മാർക്കറ്റ് ബേസ്ഡ്, ഇതിപ്പോൾ നമ്മൾ പറഞ്ഞത് മാർക്കറ്റ് ബേസ്ഡ് എക്സ്ചേഞ്ച് റേറ്റ് റെജിം എന്ന് പറഞ്ഞത് എക്സ്റ്റേണൽ പേയ്മെൻറ്റ് ക്രൈസിസ് 1991 ആയപ്പോൾ ഗവൺമെൻറ് ഫോഴ്സ്ഡ് ടേക്ക് മാർക്കറ്റ് ബേസ്ഡ് എക്സ്ചേഞ്ച് റേറ്റ് റെജിം എന്ന് പറഞ്ഞത് 1990 ആ സമയത്ത് വളരെയധികം ക്രൈസിസ് അറൈസ് ചെയ്തു. അതായത് കുറേ പ്രോബ്ലംസ്, എന്താ പറയുക, ആരും കാണാത്ത രീതിയിലൊക്കെ ആയിരുന്നു നമ്മുടെ കൺട്രിയിലെ പോക്ക് കാര്യങ്ങളൊക്കെ. അത്രയും വലിയ ക്രൈസിസ് ആണ്. ആ സമയത്ത് ഗവൺമെൻറ് എന്താണ് ഫോഴ്സ്ഡ് ടു ടേക്ക് ലോൺസ് ഫ്രം IMF ലോൺ എടുക്കാൻ സ്റ്റാർട്ട് ചെയ്തു. ഏത് 1991 ആയപ്പോൾ എത്ര $1.8 billion അവരെന്താണ് ലോൺ എടുത്തു. വെറുതെ ലോണല്ല, കുറച്ച് കണ്ടീഷൻസ്, അതായത് ഡ്രാസ്റ്റിക് റിഡക്ഷൻ ഇൻ ഇമ്പോർട്ട് ടാരിഫ്, ഡീവാലുവേഷൻ ഓഫ് ഇന്ത്യൻ റുപ്പി, അബോളിഷൻ ഓഫ് ദ എക്സ്പോർട്ട് സബ്സിഡി, ദ മാർക്കറ്റ് ഡിറ്റർമിൻ എക്സ്ചേഞ്ച് റേറ്റ്, ഇതൊക്കെ കണ്ടീഷൻ വെച്ചിട്ടാണ് അവർ ലോൺ എടുക്കാവുന്നത്. ഇനി ലിബറലൈസ്ഡ് എക്സ്ചേഞ്ച് റേറ്റ് മാനേജ്മെൻറ്റ് സിസ്റ്റം LERMS 1992. 1992 ആയ സമയത്ത് ഇന്ത്യ എന്താ ചെയ്തതെന്ന് വെച്ചാൽ ഡ്യുവൽ ഇൻവോൾവ് ചെയ്തത് കൺവേർട്ടബിളും അതേപോലെ തന്നെ ഇന്ത്യ എന്താ ഫോളോ ചെയ്തതെന്ന് പറഞ്ഞാൽ ഡ്യുവൽ എക്സ്ചേഞ്ച് റേറ്റ് പോളിസീസ് ആണ് ഇന്ത്യ ഫോളോ ചെയ്തത്. അതിൽ 40% എക്സ്ചേഞ്ച് റേറ്റ് കൺവേർട്ട് ഇൻറ്റു ഒഫീഷ്യലി ആയിട്ടും 60% മാർക്കറ്റ് ബേസിൻ്റെ മാർക്കറ്റ് ബേസിൽ എന്ന് പറയുമ്പോൾ നമ്മൾ കറക്റ്റായിട്ട് ഒഫീഷ്യലായിട്ടുള്ള റേറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ശരിക്കുള്ള പൈസ എക്സ്ചേഞ്ച് റേറ്റ് ആയിട്ട് ഇതിലേക്ക് നമ്മുടെ ക്രൂഡ് ഓയിൽ, ഫെർട്ടിലൈസേഴ്സ്, ലൈഫ് സേവിംഗ് ഡ്രഗ്സ് അതിലൊക്കെ എന്താണ് ചെയ്തത്, അവർ ശരിക്കുള്ള പൈസയായിട്ട് ഒഫീഷ്യൽ റേറ്റ് ആയിട്ട് തന്നെയാണ് അത് കൺവേർട്ട് ചെയ്തത്. ഈ സമയത്താണ് ടു പ്രൊവൈഡ് സ്റ്റേബിളി ഇങ്ങനെയായിരുന്നു എന്താണ് LERMs ട്രാൻസാക്ഷണൽ മെക്കാനിസം സ്റ്റേബിൾ ഡ്യൂറിങ് ദ ക്രൈസിസ് പീരീഡ്. ഈ ക്രൈസിസ് പീരീഡ് ഇതാണ് സ്റ്റേബിൾ ചെയ്യാൻ, ഇങ്ങനെ ചെയ്തപ്പോഴാണ് സ്റ്റേബിൾ ആയത്. നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ലിബറലൈസ്ഡ് എക്സ്ചേഞ്ച് റേറ്റ് മാനേജ്മെൻറ്റ് സിസ്റ്റം 1992. ബൈ അബോളിഷൻ ഡ്യുവൽ എക്സ്ചേഞ്ച് ഫൈനലി യൂണിഫൈഡ് 90. As result, Indian rupee become managed float between June and 90. The rupee is devalued by around 35 and real terms. അതായത് ഈ ടൈമിൽ, അതായത് മാർക്കറ്റ് ബേസ്ഡ്, അതായത് ഇത് 1992 തന്നെയാണ് ശേഷമാണ് മാർക്കറ്റ് ഓൾറെഡി ഈ കാര്യം ഫോളോ ചെയ്തു തുടങ്ങിയത്. അതായത് എന്തിനാന്ന് വെച്ചാൽ ടു ഫോളോ ദി അബോളിഷിങ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫ്ലോട്ടഡ് മാർക്കറ്റ്
ഈ ഫ്ലൂട്ടഡ് മാർക്കറ്റ് എക്സ്ചേഞ്ച് റേറ്റ് വന്നു. അത് എങ്ങനെയാണെന്ന് വെച്ചാൽ മാർക്കറ്റിലുണ്ടാവുന്ന വ്യത്യാസം ഡിമാൻഡും സപ്ലൈയിലും ഫോർ എക്സ്ചേഞ്ച് അല്ലെങ്കിൽ ഫോറിൻ എക്സ്ചേഞ്ച്, അതേപോലെ തന്നെ ക്രൂഡ് ഓയിൽ എക്സ്ചേഞ്ച്, അത് അത് വന്നപ്പോൾ വളരെ ചേഞ്ചസ് വന്നു. നല്ലപോലെ എക്സ്ചേഞ്ച് റേറ്റിനെ ഇതൊക്കെ റിഫ്ലക്റ്റ് ചെയ്തു. ഈ റിഫ്ലക്റ്റ് ചെയ്തത് ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് വന്നതാണ് എന്തെന്നാണ് മാർക്കറ്റ് ബേസ്ഡ് എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റം. അതിപ്പോഴും സ്റ്റിൽ ഫോളോ ചെയ്യുന്നുണ്ട്. ഇനി ഒബ്ജക്റ്റീവ്സ് എക്സ്ചേഞ്ച് റേറ്റിലെ എന്തൊക്കെയാണ്? അതായത് ഒബ്ജക്റ്റീവ്സ് ഓഫ് എക്സ്ചേഞ്ച് റേറ്റ് ഓഫ് മാനേജ്മെൻറ്റിൽ റെഡ്യൂസ് വോളറ്റിലിറ്റി എന്ന് പറഞ്ഞത്, അതായത് മാർക്കറ്റ് എക്സ്ചേഞ്ച് റേറ്റ് ഒന്നും നമ്മുടെ മാർക്കറ്റ് കാര്യങ്ങളൊന്നും എപ്പോഴും ഫ്ലക്ച്വേറ്റ് ചെയ്തുകൊണ്ടിരിക്കും, ഒരിക്കലും സ്റ്റേബിൾ അല്ലല്ലോ. അതെപ്പോഴും ഓർഡർ അല്ലാത്ത രീതിയിൽ ഇങ്ങനെ ഫ്ലക്ച്വേറ്റ് ചെയ്യും. അതിനൊക്കെ ഓർഡർ ആക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ എക്സ്ചേഞ്ച് റേറ്റ് മാനേജ്മെൻറ്റ് നോക്കുന്നുണ്ട്. അതാണ് അവരുടെ ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ. പിന്നെ ആഡ്വക്കേറ്റ് ലെവൽ ഓഫ് ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ്സ്, അതായത് FDI അതുപോലെ ആണ് നമ്മുടെ നമ്മുടെ ഇന്ത്യയുടെ ഒരു സ്ട്രെങ്ത്ത്. FDI വേണം അല്ലേ, ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് വേണം. അതുപോലെ തന്നെ ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ്, ഇത് കാര്യങ്ങളൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ എക്സ്ചേഞ്ച് റേറ്റ് ഓഫ് മാനേജ്മെൻറ്റ് ഇതാകുന്നു. അതായത് പ്രിവെൻറ്റ് ഡീസ്റ്റെബിലൈസേഷൻ ഓഫ് സ്പെക്യുലേറ്റീവ് ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞാൽ ഊഹാപോഹ കച്ചവടം എന്നൊക്കെയാണ് സ്പെക്യുലേറ്റീവ് ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞത്. ഇങ്ങനെ ഷെയർ മാർക്കറ്റിൽ ഇൻവോൾവ് ചെയ്യുന്ന സ്പെക്യുലേറ്റീവ് ഊഹാപോഹ കച്ചവടം, അതിൽ ഫ്രോഡ് വരാൻ സാധ്യതയാണ്. അത് ഇൻഡയറക്റ്റായിട്ട് എക്സ്ചേഞ്ച് റേറ്റിനെ ബാധിക്കുന്നു. ആ കാര്യങ്ങളൊക്കെ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അത് എക്സ്ചേഞ്ച് റേറ്റ് മാനേജ്മെൻറ്റ് ഹെൽപ്പ് ചെയ്യണം. പിന്നെ എലിമിനേറ്റ് മാർക്കറ്റ് കൺസ്ട്രെയിൻസ് എന്ന് പറഞ്ഞപ്പോൾ RBI ബേസൊക്കെ ചെയ്യുന്ന പല കൺസ്ട്രെയിൻസ് ഇല്ല, അതൊക്കെ എന്താ ചെയ്യേണ്ടത്? എലിമിനേറ്റ് ചെയ്യുകയാണ് വേണ്ടത്. അടുത്തത് ഫീച്ചേഴ്സ് ഓഫ് കറണ്ട് എക്സ്ചേഞ്ച് റേറ്റ് റിമെയിൻസ് ഇൻ ഇന്ത്യ. എക്സ്ചേഞ്ച് റേറ്റ് ആർ ഡിറ്റർമിൻ ഇൻ മാർക്കറ്റ്, അതായത് എക്സ്ചേഞ്ച് റേറ്റൊക്കെ ഡിറ്റർമിൻ ചെയ്യണത് എങ്ങനെയാണ്? ഡിമാൻഡ് ആൻഡ് സപ്ലൈ, ആ കാര്യങ്ങൾ ഡിറ്റർമിൻ ചെയ്യുക. അതേപോലെ എക്സ്ചേഞ്ച് റേറ്റ് ഫ്രീ ഫ്ലോട്ടിംഗ് ആയിട്ട് പോവുക. അതേപോലെ കറണ്ട് റെസിപ്റ്റ്സ് ആർ സറണ്ടർ ടു ബാങ്കിങ് അക്കൗണ്ട്സ്, അതായത് ഇപ്പോൾ ഡെപ്പോസിറ്റ് ചെയ്യുക. സറണ്ടർ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഡെപ്പോസിറ്റ് ചെയ്യുക. ഓരോ ബാങ്കിൽ ഡിഫറെൻ്റ് ആയ ബാങ്കുകളിലേക്ക് കറൻസി കാര്യങ്ങളൊക്കെ ഡെപ്പോസിറ്റ് ചെയ്യുക. എന്നിട്ട് അതിൻ്റെ വാല്യൂ, ഫോറിൻ എക്സ്ചേഞ്ചിൻ്റെ വാല്യൂ മീറ്റ് ചെയ്യാൻ വേണ്ടി അപ്പോഴേ പറ്റൂ. RBI ഇൻ്റർവെൻഷൻ ഇതെന്ന് പറഞ്ഞത് മാർക്കറ്റിൽ എന്ന് പറയുന്നത് RBIക്ക് വളരെയധികം റോളുണ്ട്. എക്സ്ചേഞ്ച് റേറ്റിൽ ഇന്ത്യയിൽ RBIക്ക് വളരെയധികം റോളുണ്ട്. പിന്നെ US ഡോളർ ഇസ് എ പ്രിൻസിപ്പൽ, അതായത് നമ്മൾ എപ്പോഴും നമ്മൾ എക്സ്ചേഞ്ച് റേറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ നോക്കുക US ഡോളറാണ് ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ കൺവേർട്ട് ചെയ്യുക. മെയിൻലി പ്രിൻസിപ്പൽ കറൻസി ഓഫ് RBI ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത് US ഡോളർ തന്നെയാണ്. അത് രണ്ട് രീതിയിലായിട്ടുണ്ട്. ഒന്ന് കറണ്ട് അക്കൗണ്ട് കൺവേർട്ടബിൾ ടു റുപ്പി, അതായത് ഫ്രീഡം ടു ബൈ ആൻഡ് സെല്ല് ടു ഫോറിൻ എക്സ്ചേഞ്ച്, അതായത് payment due to the connection of with foreign trade or other current business including service of normal short-term banking and credit facility, payment due to the interest on loan, net income from other investment. അതായത് നമ്മൾ ഫോറിൻ എക്സ്ചേഞ്ചസ് ഫ്രീ ആയിട്ട് സ്വതന്ത്രമായിട്ട് വിൽക്കാനും വാങ്ങാനും പറ്റുന്നതാണ് കറണ്ട് അക്കൗണ്ട് കൺവേർട്ടബിലിറ്റി ടു റുപ്പി എന്ന് പറയുന്നത്. ക്യാപിറ്റൽ അക്കൗണ്ട് കൺവേർട്ടബിലിറ്റി റുപ്പി എന്ന് പറയുന്നത് implies the right to transact financial assets with a foreign country without restrictions ഇല്ലാണ്ട് ഫിനാൻഷ്യൽ അസറ്റ്സ് ട്രാൻസിറ്റ് ചെയ്യുക. ഏതൊക്കെയാണ് ഫിനാൻഷ്യൽ അസറ്റ്സ്? ഇപ്പോൾ ഗോൾഡ്, അതേപോലെ ഫോറിൻ ഡെപ്പോസിറ്റ്, ആ കാര്യങ്ങൾ ഒരു വിത്തൗട്ട് റെസ്ട്രിക്ഷൻസ് ഇല്ലാണ്ട് ഇതാക്കുക. ഇൻട്രൊഡക്ഷൻ ഓഫ് റെഫറൻസ് റേറ്റ് ബേസ്ഡ് ഓൺ കൊട്ടേഷൻസ്, അതായത് RBI ഇല്ലേ സെക്കൻഡ് വെച്ചിട്ട് എക്സ്ചേഞ്ച് റേറ്റ് ഓഫ് ഫ്ലോ കാര്യങ്ങൾ ചെയ്യുകയാണ്. സെക്കൻഡ് വെച്ച് ആ സമയത്ത് അവരൊരു പുതിയൊരു സ്കീം ഇൻട്രൊഡ്യൂസ്, അതായത് സാധാ ബാങ്കുകളല്ല, ബോംബെ ബേസ്ഡ് ബാങ്കുകൾ, സെലക്ട് ചെയ്ത ബാങ്കുകൾ, അവരൊരു പുതിയ സ്കീം ഇറക്കിയതാണ് ഇൻട്രൊഡക്ഷൻ ഓഫ് റെഫറൻസ് റേറ്റ് ഓഫ് ബേസ്ഡ് ഓൺ കൊട്ടേഷൻസ് എന്നാണ്. ഇതൊക്കെയാണ് കറണ്ട് എക്സ്ചേഞ്ച് റേറ്റ് റെജിമെൻറ്റ്സിൻ്റെ ഇന്ത്യയുടെ ഫീച്ചേഴ്സ്. നെക്സ്റ്റ് നമ്മൾ പുതിയൊരിതാണ് ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി എടുക്കുന്നത്. ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി എന്ന് പറയുന്നത്
കേട്ടിട്ടുണ്ട്. IP refers the creation in mind such as ഇൻവെൻഷൻസ്, അതേപോലെ ലിറ്റററി, ആർട്ടിസ്റ്റ് വർക്ക്, ഡിസൈൻസ്, സിമ്പിൾസ്, നെയിംസിന് ഇതിനൊക്കെ റൈറ്റ് എടുക്കുന്നതിനെ പറയുന്നതാണ് ഇൻ്റലിജൻ്റ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ സിനിമ കോപ്പി അടിക്കുക, എൻ്റെ സിനിമ കോപ്പി അടിച്ചു, ഞാൻ അയാൾക്കെതിരെ കേസ് കൊടുക്കാൻ പോവുകയാണ്. അപ്പോൾ ഇവിടെ എന്ത് കാര്യങ്ങളാവട്ടെ, ഇപ്പോൾ ക്രിയേഷൻ ഓഫ് മൈൻഡ് ആവട്ടെ, എന്തായോ ഇൻവെൻഷൻ ആയോ ലിറ്ററസി, അതിനൊക്കെ എന്താണ് ഒരു ഇൻ്റലിജൻ്റ് പ്രോപ്പർട്ടി റൈറ്റ് എടുക്കുകയാണ്, അല്ലെങ്കിൽ ഒരു പേറ്റൻ്റ് റൈറ്റ് എടുക്കുകയാണ്. അപ്പോൾ മറ്റുള്ളവർക്ക് കോപ്പി അടിച്ച് ഇതിന് കേസ് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് എന്താ പറയുക, അത് നീതി കിട്ടും. അപ്പോൾ അതിന് പറയുന്നതാണ് എന്തെന്ന് ഇൻ്റലിജൻ്റ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. ഇൻ്റലിജൻ്റ് പ്രോപ്പർട്ടി ടൈപ്സ്, അതായത് 2 ടൈപ്സ് ഉണ്ട്. ഒന്നെന്ന് പറയുന്നത് ഇൻഡസ്ട്രിയൽ പ്രോപ്പർട്ടിയും നെക്സ്റ്റ് ആണ് കോപ്പി റൈറ്റും. ഇൻഡസ്ട്രിയൽ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ പേറ്റൻറ്റ്, ട്രേഡ് മാർക്ക്, ഇൻഡസ്ട്രിയൽ പ്രോപ്പർട്ടി, ഡിസൈൻസ് ആൻഡ് ജിയോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻസ് ഒക്കെയാണ്. ഇനി കോപ്പി റൈറ്റ് എന്ന് പറഞ്ഞത് ലിറ്ററസി അല്ലെങ്കിൽ ആർട്ടിസ്റ്റ് വർക്കുകളൊക്കെയാണ്. അപ്പോൾ ഇൻഡസ്ട്രിയൽ പ്രോപ്പർട്ടി തന്നെ നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടുണ്ട് പേറ്റൻറ്റ്. അപ്പോൾ ഫസ്റ്റ് എന്താ പേറ്റൻറ്റ് എന്ന് നോക്കാം. അതായത് പേറ്റൻ്റ് എന്ന് പറയുന്ന സമയം എന്ന് വെച്ചാൽ ഇത് റൈറ്റാണ്, ഗവൺമെൻറ് കൊടുക്കുകയാണ് ഇൻവെൻറ്ററിന്. അതായത് ഇപ്പോൾ ആ പേറ്റൻ്റ് ഒരു വ്യക്തി ഒരു ഐഡിയ കണ്ടുപിടിക്കുകയാണ്, ഒരു ഇൻഡസ്ട്രിക്ക് വേണ്ടിയിട്ട് ഒരു ഐഡിയ കണ്ടുപിടിക്കുകയാണ്. ആ കാര്യം മറ്റുള്ള ഒരാളും കോപ്പി ചെയ്യാൻ പാടില്ല. അതായത് അവർ കൊമേഴ്ഷ്യലൈസ് ചെയ്യുന്ന സമയത്ത് അയാളുടെ പുതിയ ഐഡിയാസ് അയാൾക്ക് വേണ്ടി മാത്രമാണ് അത് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ, മറ്റുള്ളവർക്ക് ആർക്കും അത് യൂസ് ചെയ്യാൻ പറ്റില്ല. ഇനി അത് യൂസ് ചെയ്യണമെങ്കിൽ അയാൾ എന്താ ചെയ്യണമെന്നെങ്കിൽ അയാളുടെ ഐഡിയ ഒന്നെങ്കിൽ ആ റൈറ്റ് മറ്റുള്ളവർക്ക് വിൽക്കുകയോ ട്രാൻസ്ഫർ ചെയ്യുകയോ അല്ലെങ്കിൽ വില്ലിടോ ലൈസൻസ് ചെയ്യുക, അല്ലെങ്കിൽ യൂസ്ഡ് ടു കൊളാറ്ററൽ ലൈക്ക് അതർ വാല്യുബിൾ അസറ്റ്സ് ആയിട്ട് മാറ്റുകയാണെങ്കിൽ മറ്റുള്ളവർക്ക് അത് യൂസ് ചെയ്യാൻ പറ്റും. ഇങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്ത് ഒരു പർട്ടിക്കുലർ എമൗണ്ട് ഉണ്ട് കേട്ടോ പേറ്റൻറ്റ് ചെയ്യുന്ന സമയത്ത്, ലോയാലിറ്റി എന്നൊക്കെ പറയില്ലേ, അങ്ങനത്തെ പേറ്റൻറ്റിന് എമൗണ്ട് കാര്യങ്ങളൊക്കെ ഉണ്ട്. ആ കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യണം. ഇപ്പോൾ ഇൻവെൻറ്ററിൻ്റെ സമ്മതത്തോടെ വേണമെങ്കിൽ നമുക്ക് ആ കാര്യങ്ങൾ കോപ്പി അടിക്കാം. ഇനി അയാളുടെ സമ്മതമില്ലാണ്ട് കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഇൻവെൻറ്റർ എന്താ ചെയ്യുക, ഈ ആൾക്കെതിരെ കേസ് കാര്യങ്ങളൊക്കെ കൊടുക്കാം. അപ്പോൾ പിന്നെ എന്താ പറയുക, കേസ് നമുക്ക് ഫയൽ ചെയ്യാൻ. ഇതാണ് എന്തെന്നാണ് പേറ്റൻ്റ് എന്നാണ്. ഇൻഡസ്ട്രിയൽ ഡിസൈൻ റൈറ്റ്സ്, അതായത് ഇൻഡസ്ട്രിയുടെ ഷേപ്പോ കളറോ, അതാണ് ഇൻഡസ്ട്രിയൽ ഡിസൈൻ റൈറ്റ്സ് എന്ന് പറയുന്നത്. അതിൻ്റെ ഷേപ്പോ കളറോ മറ്റുള്ള ആർക്കും പാടില്ല, ഇയാൾക്ക് മാത്രമേ ഇരിക്കരുത് സ്വന്തം. അത് ഇനി വല്ലവരും മോഷ്ടിക്കുക കാര്യങ്ങളാണെങ്കിൽ അത് ഇയാൾക്കെതിരെ കേസ് കൊടുക്കുക. ഓരോരുത്തർക്ക് ലോഗോ അങ്ങനത്തെ അല്ലെങ്കിൽ ആ കളറ് അതിന് ആ ഒരു സ്ട്രക്ചർ കാര്യങ്ങൾ അതൊക്കെ ഒപ്പിടിച്ചാണ് പ്രശ്നം വരുന്നത്. പിന്നെ ട്രേഡ് മാർക്ക് എന്ന് പറഞ്ഞാൽ കേട്ടിട്ടുണ്ട്. ട്രേഡ് മാർക്ക് എന്താണെന്ന് ഓരോ കമ്പനിയുടെയും എന്താ പറയുക സൈനോ അല്ലെങ്കിൽ ഡിസൈനോ. അപ്പോൾ എന്താ പറയുക, മലബാർ ഗോൾഡിൻ്റെ M എന്ന് പറഞ്ഞ ഡിസൈൻ വേറൊരു ഗോൾഡിനും ഉണ്ടാവില്ല, വേറൊരു ഗോൾഡിൻ്റെ സ്ഥാപനത്തിനും ഉണ്ടാവില്ല, ഇല്ലല്ലോ. ഇപ്പോൾ കല്യാണിൻ്റെ എംബ്ലം അതൊന്നും ആർക്കും ഉണ്ടാവില്ല. അപ്പോൾ അത് അവർക്ക് മാത്രമേ യൂസ് ചെയ്യാനുള്ള റൈറ്റ് പ്രൊവൈഡ് ചെയ്യുന്ന ആ റൈറ്റിന് പറയുന്നതാണ് ഇൻ്റലിജൻ്റ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ അവരത് മോഷ്ടിച്ച് എടുക്കുകയാണെങ്കിൽ എന്താണ് അവർക്കെതിരെ കേസ് കൊടുക്കും. ട്രേഡ് സീക്രട്ട് എന്ന് പറഞ്ഞാൽ എന്താ, ഓരോ കമ്പനിക്കും ഓരോ ഫോർമുലാസ് ഉണ്ടാവും. ഇപ്പോൾ KFC അല്ലെങ്കിൽ കൊക്കോക്കോളയ്ക്കൊക്കെ ഒരു ഫോർമുല ഉണ്ട്, എത്ര റേഷ്യോ കാര്യങ്ങളൊക്കെ ഒരു ഫോർമുല ഉണ്ട്. അത് ഉപയോഗിച്ച് മറ്റുള്ളവർ അത് കോപ്പി ചെയ്യുകയാണെങ്കിൽ അവർക്കെതിരെ കേസ് ഉണ്ടാവും. അപ്പോൾ അവർ ഇത് ആദ്യമേ എന്താ പറയുക റൈറ്റ് എടുത്തുണ്ടാവും. അപ്പോൾ അതനുസരിച്ചിട്ട് അവർ ചെയ്യുക. അത് മറ്റുള്ളവർ മോഷ്ടിക്കുകയാണെങ്കിൽ അവർക്കെതിരെ കേസ് കാര്യങ്ങളുണ്ടാവും. ആയിട്ടും കോപ്പി റൈറ്റ് പറയണതല്ലേ നിങ്ങൾക്ക്, നീ ലിറ്ററസി അല്ലെങ്കിൽ എന്തെങ്കിലും വർക്ക്, ഇപ്പോൾ പാട്ട് കോപ്പി അടിക്കുക എന്നൊക്കെ കേട്ടിട്ടില്ലേ. അപ്പോൾ C എന്ന് പറഞ്ഞിട്ടൊക്കെ എംബ്ലം ഒരു ഇതിനെ കഴിഞ്ഞ് കാണാറുണ്ട്, പ്രോഗ്രാം കഴിഞ്ഞ്. അപ്പോൾ C എന്ന് പറഞ്ഞാൽ കോപ്പി റൈറ്റിൻ്റെ എംബ്ലം തന്നെയാണ്. അപ്പോൾ കൂടുതലും ഈ നോവൽ, മ്യൂസിക് അല്ലെങ്കിൽ അവരുടെ സിനിമ അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെയാണ് എന്തിനാ കോപ്പി റൈറ്റ് ചെയ്യുക. ഇവർ എന്താണ് ഇപ്പോൾ മനോരമ മ്യൂസിക് അതിൽ എന്താണ് കോപ്പി റൈറ്റ് ഇതെടുക്കും, അവർക്ക് എന്നാലാണ് പാട്ട് കാര്യങ്ങളൊക്കെ ഇഷ്യൂ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതാണ് കോപ്പി റൈറ്റ് എന്ന് പറയുന്നത്. ഇതാണ് ടൈപ്സ് ഓഫ് ഇൻ്റലിജൻ്റ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ താങ്ക് യു.